ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. കർഷകർ മണ്ണിൽ പൊന്നു വിളയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ മലയാളിയുടെ അമിതമായ ഉപഭോക്തൃ സംസ്കാരം മണ്ണിൽ നിന്നും നമ്മളെ അകറ്റി. ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിഷം തീണ്ടിയ പച്ചക്കറികൾ ഭക്ഷിക്കാനാണ് നമ്മുടെ യോഗം. നമ്മുടെ നാട് പൊതുവെ രോഗാതുരമായിരിക്കുന്നു. കേരളം ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അസുഖങ്ങളാണ് നമ്മളിൽ പിടിമുറുക്കുന്നത്. അർബുദ രോഗബാധ കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ 280% വർധനയാണ് നിലവിലുള്ളത്. കേരളത്തിൽ ഓരോ വർഷവും 35,000 പുതിയ ക്യാൻസർ രോഗികൾ ചികിത്സ തേടിയെത്തുന്നു എന്നാണ് പുതിയ കണക്ക്. കരൾ, വൃക്ക രോഗങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. പനി തന്നെ പലവിധം. ഇതിനെല്ലാം കാരണം തേടിപ്പോയാൽ അത് നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ മാറ്റങ്ങളിലേക്കും വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ചക്കറികളാണ് ഏറ്റവും അപകടം എന്ന് നാം തിരിച്ചറിയണം. മാരക വിഷമാണ് സസ്യാഹാരത്തിലൂടെ നാം ദിവസേന അകത്താക്കുന്നത്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി വാങ്ങുന്നതിന് പ്രതിവർഷം 1000 കോടിയോളം രൂപയാണ് നമ്മൾ ചെലവാക്കുന്നത്. ഇതാകട്ടെ കേരളത്തിലേക്ക് കയറ്റാനായി മാരക കീടനാശിനി പ്രയോഗം നടത്തിയവയും. ഇത്തരത്തിൽ വിഷലിപ്തമായ ഏതാണ്ട് 2000 ടൺ പച്ചക്കറിയാണ് പ്രതിദിനം ഇവിടേക്ക് എത്തുന്നത്. കീടനാശിനികളുടെ ഉപയോഗം അമിതമായ രീതിയിൽ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പ്രാധാന്യത്തോടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കാസർഗോഡ് ഉണ്ടായ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ്. പക്ഷേ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു അംശം മാത്രമേ ആകുന്നുള്ളൂ. പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം ഒരു നീണ്ട നിര രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കീടങ്ങളെ വിളയിൽ നിന്ന് അകറ്റി വിളവ് വർദ്ധിപ്പിക്കാൻ കർഷകരെയും കച്ചവടക്കാരെയും ഒരുപാട് സഹായിക്കുന്നുണ്ട് കീടനാശിനികൾ. ഉൽപാദനക്ഷമത കൂട്ടാനും സ്വയം പര്യാപ്തത കൈവരിക്കാനുമൊക്കെ കീടനാശിനി ഉപയോഗിക്കാൻ ആധുനിക കൃഷിശാസ്ത്രം ആവശ്യപ്പെടുന്നുമുണ്ട്. ഓരോ ഇനത്തിലും ഉപയോഗിക്കേണ്ട കീടനാശിനികൾ ഏതൊക്കെ, ഏതളവിൽ ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും എല്ലാം പല മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുമുണ്ട്. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടാനായി വലിയ തോതിൽ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ കർഷകർ ഒരു ശാസ്ത്രീയതയും പാലിക്കാതെയാണ് കീടനാശിനി പ്രയോഗം നടത്തുന്നത്. അമേരിക്കയിൽ പോലും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ പച്ചക്കറികളിൽ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളിൽ ഏകദേശം 35% ഇതിൻ്റെ അംശങ്ങൾ കണ്ടെത്തതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു 3% ഭക്ഷ്യവസ്തുക്കളിൽ ഇതിൻ്റെ അളവ് അനുവദനീയമായ തോതിലും വളരെ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള രാജ്യത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സങ്കീർണമാവാനേ വഴിയുള്ളൂ. നമുക്ക് തന്നെ വാർത്തകളിലൊക്കെ കാണുന്ന പോലെ തന്നെ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളിൽ ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെയൊക്കെ നേതൃത്വം നടത്തിയ പഠനങ്ങളിൽ പോലും വളരെ അമിതമായ തോതിലുള്ള വിഷാംശങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, പെസ്റ്റിസൈഡിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ തന്നെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണിത്. മോണിറ്ററിംഗ് ഓഫ് പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് അറ്റ് നാഷണൽ ലെവൽ. നമ്മുടെ ലബോറട്ടറി ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം 24 ലബോറട്ടറികളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പഴം, പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങി പല ഭക്ഷ്യവസ്തുക്കൾ, ഉദാഹരണത്തിന് മത്സ്യം, മാംസം തുടങ്ങി പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പല വിധം തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ നമ്മൾ പരിശോധിച്ചു വരുന്നു. അതിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡേറ്റാബേസ്, പെസ്റ്റിസൈഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡേറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡേറ്റ ഉപയോഗിക്കുന്നത്. അനുവദിച്ചതിന്റെ 800%-ലേറെയാണ് വഴുതനയിലെ കീടനാശിനി സാന്നിധ്യം. കോളിഫ്ലവറിലും ക്യാബേജിലും സമാനമായ രീതിയിൽ കീടനാശിനി കലർന്നിരിക്കുന്നു. വിളവെടുക്കാൻ 5 മാസം വേണ്ട ക്യാരറ്റിൽ 53 തവണയാണ് മരുന്നടിക്കുന്നത്. കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പച്ചക്കറി കമ്പോളങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴാണ് മാരക കീടനാശിനികളുടെ അളവിൽ കവിഞ്ഞ സാന്നിധ്യം ബോധ്യപ്പെട്ടത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ പച്ചക്കറി കമ്പോളങ്ങളിൽ നിന്ന് ശേഖരിച്ച വെണ്ടയ്ക്ക, ക്യാരറ്റ്, പയർ എന്നിവയുടെ സാമ്പിളുകളിലാണ് പ്രധാനമായും അമിത വിഷപ്രയോഗം കണ്ടെത്തിയത്. MRL മാക്സിമം റെസിഡ്യൂ ലിമിറ്റ്, പരമാവധി അനുവദനീയമായ പരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിന് പുറത്താകുന്ന സാമ്പിളുകളാണ് നമ്മൾ വയലേറ്റീവ് സാമ്പിൾ എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി മനുഷ്യന് ഉപദ്രവകരമായ നിലയിലുള്ളത്. അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങി വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ചതിൽ ഏതാണ്ട് 720 സാമ്പിളുകളിൽ 49 സാമ്പിളുകളിൽ കീടനാശിനികളുടെ അംശം കണ്ടെത്തി. അതിൽ തന്നെ 22 സാമ്പിളുകളിൽ മാത്രം അവയുടെ അംശം അനുവദനീയമായ പരിധിക്ക് പുറത്തായിരുന്നു. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസ കീടനാശിനികളിൽ എൻഡോസൾഫാന്റെ സാന്നിധ്യവും കണ്ടു.
തിരുവനന്തപുരം നഗരത്തിലെ ചില ജൈവ പച്ചക്കറി കമ്പോളങ്ങളിൽ നിന്ന് ശേഖരിച്ച പാവയ്ക്ക, പുതിനയില, പടവലങ്ങ, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, സാമ്പാർ മുളക്, കോവയ്ക്ക, കത്തിരി എന്നിവയുടെ സാമ്പിളുകളിലും അപകട സാധ്യതയുള്ള അളവിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും പല രീതിയിൽ ഇത് ബാധിക്കാം. ഭയാനകമായിട്ടുള്ള ഒന്ന് ക്യാൻസറാണ്. അപ്പം തീർച്ചയായിട്ടും പെസ്റ്റിസൈഡ് ക്യാൻസറിലേക്ക് വഴിവെക്കുന്നുള്ള പഠനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായിട്ട് കാണുന്നതിന് ഒരു കാരണം ഒരു പ്രധാന കാരണം പച്ചക്കറിയും പഴവർഗ്ഗങ്ങളിലുള്ള വിഷാംശവും മുതലായ കാര്യങ്ങളാണ്. ആമാശയത്തിലെ ക്യാൻസർ വരാം, അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ക്യാൻസർ വരാം, അല്ലെങ്കിൽ തലച്ചോറിലെ ക്യാൻസർ വരാം, അല്ലെങ്കിൽ നമ്മുടെ കരളിനെ ബാധിക്കുന്ന ക്യാൻസർ വരാം. അതേസമയം കേരളത്തിലെ കൃഷിത്തോട്ടങ്ങളിൽ നടത്തിയ സാമ്പിൾ പരിശോധനയുടെ ഫലം ആശ്വാസകരമാണ്. ചുരുക്കത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയെ ആശ്രയിക്കാതിരിക്കുക എന്നതുതന്നെയാണ് ആരോഗ്യ ജീവനത്തിന്റെ ആദ്യ പാഠം. കേരള മണ്ണും കേരള കാലാവസ്ഥയും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. കേരളീയർ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പച്ചക്കറി ആയിരുന്നാലും അരിവർഗ്ഗങ്ങളും മറ്റുള്ള എല്ലാ ധാന്യവർഗ്ഗങ്ങളും എല്ലാം ഈ പരിമിതമായ സ്ഥലത്ത് നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോരുത്തരും ശ്രമിച്ചാൽ അങ്ങനെയുള്ളവർ ശ്രമിച്ചൊരു മാതൃകയായിട്ടാണ് ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ കൃഷിത്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സ്ഥലമില്ലയെന്ന് ആരും പറയണ്ട, സ്ഥലവും മണ്ണും ഇല്ലെന്ന് പറഞ്ഞത് ആരും പരിഭവിക്കേണ്ട കാര്യമില്ല. നമ്മളെ കേരളത്തിൽ മണ്ണ് ധാരാളമുണ്ട്, സ്ഥലവും ധാരാളമുണ്ട്. പരിമിതമായ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റും. ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 3 സെൻറ്റ് ഒരു വീടുള്ള ഒരു വ്യക്തിക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുകൾ ഭാഗം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഏരിയയെങ്കിലും കാണും. ഈ 1200 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പം എൻ്റെ വീട്ടിൻ്റെ ഏരിയ എല്ലാം കൂടി 1600 സ്ക്വയർ ഫീറ്റാണുള്ള സെൻസൈഡ് അടക്കം. ഈ സെൻസൈഡ് അടക്കമുള്ള സ്ഥലത്ത് ഈ പകുതി സ്ഥലത്ത് ഈ പച്ചക്കറികളും കുരുമുളക് വരെ ചെയ്തിട്ടുണ്ട്. കാർഷിക സമൃദ്ധിയായിരുന്നു കേരളത്തിന്റെ മുഖമുദ്ര. പറമ്പിലേക്കിറങ്ങി പട്ടുചീരയും പടവലങ്ങയും വെണ്ടയ്ക്കയും പച്ചമുളകുമെല്ലാം അമ്മമാർ പറിച്ചെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വേലിപ്പടർപ്പുകളിൽ നിന്ന് കോവയ്ക്കയും നുള്ളി മുറ്റത്തെ നാട്ടുമാവിൽ നിന്ന് 2 പുളിമാങ്ങയും കുത്തിയിട്ടാൽ അന്നത്തെ കറികൾക്കുള്ള പച്ചക്കറികളായി. ചാണകം വളമായും ഗോമൂത്രം കീടനാശിനിയായും പ്രയോഗിച്ചിരുന്ന പഴയകാല അടുക്കളത്തോട്ടങ്ങളിലെ ശുദ്ധമായ പച്ചക്കറികളുടെ സ്വാദ് മലയാളിക്ക് എന്നേ നഷ്ടമായി. വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെടുത്ത് കളയാണ് ചെയ്യുന്നത്. കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് അതിൽ നീം ഓയിൽ അല്പം ഒഴിച്ച് നല്ലപോലെ ഇളക്കി 1/2 ലിറ്റർ ഗോമൂത്രം 1/2 ലിറ്റർ പഴങ്കഞ്ഞി വെള്ളം കൂടി ചേർത്ത് പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ആ വിധത്തിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സ്പ്രേ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. ഇത്രയും നിൽക്കുന്നുണ്ട്. ഏതിലെങ്കിലും ഒരു പുഴുവോ കീടോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതിൽ കീടങ്ങളധികം ഉണ്ടാവുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കുന്ന വളപ്രയോഗം എല്ലാം നമ്മുടെ ജൈവവളമാണ്. ഈ ജൈവവളം മൊത്തം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ചാണകം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് മണ്ണിലേക്ക് തീറ്റയായിട്ട് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന മണ്ണിര കമ്പോസ്റ്റും വെർമി വാഷ്, ഫിഷ് അമിനോ ആസിഡ്, ഒരു മുട്ട മിശ്രിതം വെച്ചാൽ ഇതെല്ലാം കൂടുതൽ പൂവും കായും ഉണ്ടാവാനും കൂടുതൽ പൂവടിച്ച് തടയാനും വേണ്ടിയാണ് ആ മുട്ട മിശ്രിതം ഉപയോഗിക്കുന്നത്. മുട്ട മിശ്രിതം, അത് കഴിഞ്ഞ് ഓറഞ്ച് മിശ്രിതം, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയാണ് ഞാൻ വളമായിട്ട് ഉപയോഗിച്ചതെല്ലാം ചെയ്യുന്നത്. പരിപ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ധാന്യം, പിന്നെ പാളയംകുടം പഴം, നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും അത് എല്ലാം ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അതിനൊരു റേഷ്യോ ഉണ്ട്, ആ റേഷ്യോയിൽ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. സുഭാഷ് പലേക്കറുടെ 0 ബഡ്ജറ്റ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. ടെറസിൽ 18 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുകയാണ്. വളരെ പെട്ടെന്നാണ് ഈ കാർഷിക ഭക്ഷ്യ സംസ്കാരത്തിന് മാറ്റം വന്നത്. നമുക്ക് വേണ്ടത് നാം തന്നെ ഉണ്ടാക്കിയിരുന്ന ശീലം അപ്രത്യക്ഷമായി. മറുനാടുകളിൽ നിന്ന് പച്ചക്കറി കയറ്റിയ ലോറികൾ നിരനിരയായി കേരളത്തിലെത്തി. എന്തെങ്കിലും കാര്യത്തിന് കേരളത്തോട് പ്രതിഷേധിക്കണമെങ്കിൽ ഈ ലോറി വരവ് നിർത്തിവെച്ചാൽ മതി എന്നായി മറ്റു സംസ്ഥാനങ്ങൾക്ക്. അവർക്ക് നന്നായി അറിയാം നമ്മൾ നമ്മുടെ തൊടികളെ ശൂന്യമാക്കിയിരിക്കുന്നുവെന്ന്. വിഷം കലർന്ന പച്ചക്കറികൾ നമുക്ക് ശീലമായെന്ന്. അതിനനുസരിച്ച് രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മിക്ക സ്റ്റേറ്റുകളിലും പറഞ്ഞിരിക്കുന്നത് അവരവരുടെ സ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ വരുന്നത് 90% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഇതുവരെ ചെയ്തിരുന്നത്, കഴിഞ്ഞ വർഷം വരെ ചെയ്തിരുന്നത് മാർക്കറ്റിൽ നിന്നുള്ള സാമ്പിളുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ജൂൺ മാസം മുതൽ നമ്മൾ ഫാർമേഴ്സ് ഫീൽഡ്, അതായത് ഫാം ഗേറ്റ് സാമ്പിൾസ്, കർഷകർ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് പോയി നമ്മൾ സാമ്പിൾ എടുക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കീടനാശിനികളാണ് കർഷകർ തളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കർഷകർക്ക് അങ്ങനെ നമ്മൾ വിവിധ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, പാപ്പൻചാണി തുടങ്ങിയ പല താലൂക്കുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചതിൽ നമുക്ക് വി വിൽ കളക്ട് ഓൾ ദി ഇൻഫർമേഷൻ ഓഫ് ദി ഫാർമേഴ്സ്.
എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. കീടനാശിനികളുടെ ശരിയായ രീതിയിലുള്ള ഉപയോഗക്രമത്തെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രോഗപ്രതിരോധ ശേഷിയെ ഈ പെസ്റ്റിസൈഡ് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും രോഗപ്രതിരോധ ശക്തിയെ ബാധിക്കുന്നതോടൊപ്പം മറ്റ് പല അസുഖങ്ങളിലേക്കും അത് വഴിവെക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. തളർച്ച, മസിലുകൾക്കുള്ള വേദന, ശാരീരിക അസ്വസ്ഥത, തലച്ചോറിനുള്ള തകരാറ്, ഓർമ്മക്കുറവ് മുതലായ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. ദഹനത്തിനും ശരീര വളർച്ചയ്ക്കും ആവശ്യമായ നാരുകളും ധാതുലവണങ്ങളും ജീവകങ്ങളും അടങ്ങിയതാണ് പച്ചക്കറികൾ. ഓരോരുത്തരും ദിവസം തോറും 280 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കുന്നത്. പുഴുക്കുത്തുള്ള ചീരയും മറ്റും വാങ്ങാൻ നമുക്ക് മടിയാണ്. പുഴു അരിച്ച പാടുള്ള കായ്കൾ തിരഞ്ഞു മാറ്റിവെക്കും. മുഴുത്തതും ഭംഗിയുള്ളതും നോക്കി മാത്രമേ വാങ്ങൂ. ഇവിടെ ശരിവെക്കപ്പെടുന്നത് അന്യസംസ്ഥാന പച്ചക്കറി കർഷകരുടെ മലയാളികളെക്കുറിച്ചുള്ള നിഗമനങ്ങളാണ്. നിരോധിത കീടനാശിനികളുടെ സാന്നിധ്യവും അന്യസംസ്ഥാന പച്ചക്കറികളിൽ അമിത അളവിൽ കണ്ടെത്തുന്നു എന്നാണ് വിവരം. സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുള്ള പ്രൊഫനോഫോസ് എന്ന കീടനാശിനി യൂറോപ്യൻ യൂണിയൻ നിഷ്കർഷിച്ചിരിക്കുന്ന പരിധിയേക്കാൾ 125 ഇരട്ടി വരെ കണ്ടെത്തി. മറ്റൊരു കീടനാശിനിയായ എത്തയോൺ 200 ഇരട്ടി വരെ കണ്ടെത്തി. നിരോധിച്ചതുൾപ്പെടെ 50,000 ടൺ കീടനാശിനിയാണ് ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത്. ഓരോ കീടനാശിനിയും ഓരോ വിളകളിലും ഒരു പർട്ടിക്കുലർ പെസ്റ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ കർഷകർക്ക് അതറിയില്ല. ഏത് കീടനാശിനി ഏത് കീടത്തിനെതിരെയാണ് ശുപാർശ ചെയ്തതെന്ന് അറിയത്തില്ല. കർഷകർ പോയി മാർക്കറ്റിൽ നിന്ന് ഈ കീടനാശിനി വാങ്ങിക്കുന്നു. അവർക്ക് തോന്നുന്നത് പോലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അപ്പം അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് മിസ്യൂസാണ്, വയലേഷനാണ്. ബിക്കോസ് ദാറ്റ് ഇൻസെക്ടിസൈഡ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് ഫോർ യൂസ് എഗൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ പെസ്റ്റ് ഇൻ ദാറ്റ് ക്രോപ്പ്. പക്ഷേ കർഷകർക്ക് അത് അറിയില്ല. കർഷകരത് ഉപയോഗിക്കുന്നു. അതുമൂലം അവയുടെ അംശം ഈ വിളകളിൽ കാണാനിടയാകുന്നു. 3 കുപ്പിയിൽ നിന്നാണ് ഒരുമിച്ച് ടാങ്കിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ബോട്ടിൽ തന്നെ 2 A+B ആണ് ഒരു ബോട്ടിൽ. C+D ആണ് രണ്ടാമത്. 2 മിക്സ് ചെയ്യുമ്പോൾ 4 കെമിക്കലായി. സോ ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക്. ഏത് വെജിറ്റബിൾ കൾട്ടിവേറ്റ് ചെയ്താലും അവർക്കൊരു അഷ്വേർഡ് ക്രോപ്പ് വേണം. നിരോധിച്ച കീടനാശിനികൾ മറ്റു ചില പേരുകളിൽ ലേവലൊട്ടിച്ച കുപ്പികളിലാക്കി വിപണിയിൽ എത്തുന്നുമുണ്ട്. മനുഷ്യന്റെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്നതും മാരക രോഗികളാക്കുന്നതുമായ ജീവനാശിനികളാണിവ. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയിലേക്ക് ഇതിൽ ചില പദാർത്ഥങ്ങൾ നയിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പലതരം പെസ്റ്റിസൈഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഏത് പെസ്റ്റിസൈഡാണ് ഏതിലേക്ക് നയിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും അത്ര സങ്കീർണം. അപ്പം ഒരു ഗവേഷണ രീതിയിൽ നടത്തിയാൽ പോലും ഒരുപക്ഷെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ റിസ്ക്കും അതിൻ്റെ ബെനിഫിറ്റും കമ്പയർ ചെയ്ത് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലാക്കുക. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് അധികം ബോധവാന്മാരാകണം എന്നില്ല. DDT, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്, എത്തിലീൻ ഡൈബ്രോമൈഡ്, ഡൈബ്രോമോ ക്ലോറോപ്രോപ്പേൻ, ഗാലിക്രോൺ, പെൻറ്റാക്ലോറോഫിനോൾ തുടങ്ങിയ മാരക കീടനാശിനികൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പെസ്റ്റിസൈഡ്സിൻ്റെ അംശം ക്രമാതീതമായി ഉയർന്നു കഴിയുമ്പോഴത്തേക്കും നാഡീ തളർച്ചയും ക്രമേണ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തളർന്നു പോകുന്ന കിടപ്പിലായി പോകുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അപകടകരമാണ്. അവരുടെ ശരീരഭാരം കുറവാണ് എന്നതുകൊണ്ട് തന്നെ മുതിർന്ന ആളെക്കാൾ കൂടുതൽ അളവിൽ അവരുടെ ശരീരത്തിൽ ഇത് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിൽ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ സങ്കീർണതകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ കമ്പം, തേനി, തേവാരം, കാമാക്ഷിപുരം, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പഴങ്ങളിലും മാരകമായ വിഷസാന്നിധ്യം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിഷപ്രയോഗം നടത്തുന്നത്. ഒരുതരം പശ ഉപയോഗിച്ചാണ് മുന്തിരിക്കുലകളിൽ ഇവ സ്പ്രേ ചെയ്യുന്നത്. അതിനാൽ എത്ര കഴുകിയാലും വിഷാംശം മുന്തിരികളിൽ കാണുകയും ചെയ്യും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ക്യുനാൽഫൂസ്, മോണോക്രോട്ടോഫൂസ്, ദെൻ ഓർഗാനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട DDTയുടെ വകഭേദങ്ങൾ, എൻഡോസൾഫാൻ, ക്ലോർപാരിഫൂസ്, മാലത്തോൺ, ക്യുനാൽഫൂസ്, ഇഥയോൺ, മിഥൈൽ പാരത്തോൺ, മോണോക്രോട്ടോഫൂസ്, ഫോറേറ്റ്, ട്രയസോഫൂസ്, കാർബോഫ്യൂറാൻ, ദെൻ ബീറ്റാ സൈഫ്ലൂത്രിൻ, ഫെൻട്രോപാത്രിൻ. പാലക്കാട് ജില്ലയിലും ഇടുക്കി ജില്ലകളിലും ഉള്ള ചില മാംഗോ സാമ്പിളിലും പിന്നെ ഏലക്കയുടെ സാമ്പിളുകളിലൊക്കെയാണ് നമുക്കിപ്പം എൻഡോസൾഫാൻ കണ്ടുകിട്ടിയിട്ടുള്ളത്. അന്യസംസ്ഥാന പച്ചക്കറി കർഷകർ 2 തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. ഒന്ന് മാരക കീടനാശിനി പ്രയോഗത്തോടെയുള്ള കൃഷി, അത് കേരളത്തിലേക്ക് കയറ്റാനുള്ള പച്ചക്കറികൾ. മറ്റൊന്ന് ഇതൊന്നും പ്രയോഗിക്കാതെയോ മിതമായ അളവിൽ മാത്രം പ്രയോഗിച്ചോ ഉള്ള കൃഷി, അത് അവർക്കും. അമിതമായ ഉപഭോക്തൃ സംസ്കാരം തലക്കി പിടിച്ച കേരളം കാശ് മുടക്കി വാങ്ങുന്നത് പച്ചക്കറികൾ മാത്രമല്ല,
രോഗാതുരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുള്ള അടിക്കല്ലുകൾ കൂടിയാണ്. പ്രധാനമായും 12 ഇനം പച്ചക്കറികളാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 35,000-ൽ പരം പച്ചക്കറി കർഷകർ സംസ്ഥാനത്തുണ്ടെന്നാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്ക്. കർഷകർക്ക് കൃഷിയോഗ്യമായ 50,000-ഓളം ഏക്കർ ഭൂമിയുണ്ട്. അതിൽ കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഏതാണ്ട് 18,000 ഏക്കർ മാത്രമാണ്. ചുരുക്കത്തിൽ കൈവശമുള്ള ഭൂമിയുടെ ഏതാണ്ട് 36% മാത്രമേ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഏതാണ്ട് 20 ലക്ഷത്തോളം ടൺ പച്ചക്കറിയുടെ ഒരു വലിയ പങ്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ കൃഷിഭൂമി ഇവിടെ വെറുതെ കിടക്കുന്നു എന്ന് സാരം. അപ്പോൾ നമ്മളെ ഈ വിഷം തീറ്റിക്കുന്നത് ആര് എന്നറിയാൻ നാം ഓരോരുത്തരും കണ്ണാടിയിൽ നോക്കിയാൽ മതിയാകും. അതിനിടയിൽ ചില നല്ല മാറ്റങ്ങൾ കാണാതിരിക്കാനാകില്ല. പച്ചക്കറികളിൽ വെണ്ട, ചീര, ക്യാബേജ്, സീസൺ അനുസരിച്ചുള്ള കോളിഫ്ലവർ എല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ശതമാനമെങ്കിലും സ്വന്തം തളത്തിലും മട്ടുപ്പാവിലും മറ്റും ജൈവ കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ടെറസിൽ 18 വർഷമായിട്ട് എനിക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ചില ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, മുന്തിരിയുണ്ട്, മാതളമുണ്ട്, ചിക്കുണ്ട്, വാഴ, ഈ ചെറി ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അത് എല്ലാ സീസണിലും കായ ഉണ്ടാകുന്നതാണ്. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ്, പിന്നെ ആവശ്യമുള്ള എല്ലാ മലക്കറികളും ഉണ്ട്. വീട്ടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നത്. നമുക്ക് ഓണത്തിനും ഇവിടെ നിന്ന് തന്നെ വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. മുളക്, വെണ്ടയ്ക്ക, പാവല്, പടവലം, കത്തിരിക്ക, വഴുതനങ്ങ, പച്ചമുളക്, പിന്നെ കാബേജ്, കോളിഫ്ലവർ എല്ലാം ഉണ്ട്. മിക്കവാറും ഉള്ളത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മിക്ക സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്. പച്ചപ്പുകളെ പരിലാളിക്കുന്ന നല്ല പ്രഭാതങ്ങൾ, മാനസികാരോഗ്യവും വിഷം തീണ്ടാത്ത പച്ചക്കറി വിഭവങ്ങൾ ഇന്നലകളിലെ തനതു രുചിയും തിരികെ കൊണ്ടുവരുന്നു. ടെറസിൻ്റെ മുകളിൽ നെൽകൃഷി ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. നമ്മൾ നെൽകൃഷി ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്ന പറയുമ്പോൾ എല്ലാവരുടെ ധാരണ, ആദ്യം പലരും വന്ന് എൻ്റെ ചോദിച്ചതാണ്, മണ്ണിട്ടാണോ ചെളിയാക്കിയാണോ എന്ന്. അങ്ങനെയല്ല ചെയ്യുന്നത്. ചെടിച്ചട്ടിയിലോ നമുക്ക് പെയിൻറ്റ് ടിന്നുകളിലോ ഗ്രോ ബാഗിലോ എന്തിലും ചെയ്യാം. കഴിഞ്ഞ വർഷം ഓണത്തിന് 10 കിലോ അരി ഉണ്ണാനുള്ള അരിക്ക് കിട്ടി, 5 കിലോ കാപ്പിക്കുള്ളതും കിട്ടി. അപ്പോൾ അത് ഉദ്ദേശം ഒരു 38 കിലോ കൂടുതൽ നെല്ല് ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ആരോഗ്യ ജീവനത്തിനായി നാം ഓരോരുത്തരും അധ്വാനിച്ചാൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ അന്യർക്ക് അടിയറ വെക്കേണ്ടി വരില്ല. അവനവൻ ആവശ്യമുള്ള പച്ചക്കറികൾ സ്വയം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ ഓരോ മലയാളിയും തയ്യാറായാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം പച്ചക്കറിയുടെ കാര്യത്തിലെങ്കിലും ഈ പരാശ്രയത്വം നമുക്ക് അവസാനിപ്പിക്കാം. ഒപ്പം ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യാം. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.